അയ്യോ ഇങ്ങനെ കഴിഞ്ഞ് എന്ത് ചെയ്യൂത്? ഇങ്ങോട്ട് വേടാ. ആ അവിടെ ഇരുന്ന കാര്യം നടക്കോ? ആ ആരായാലും എന്താണ് ഇരിക്കണോടത്തൊന്നും കാര്യം സാധിക്കാൻ പറ്റില്ല. നമ്മള് ആവശ്യക്കാർ വന്നം വാടകടെ നിന്നോടല്ലേ പറയണത്? പൊട്ടനാ. ആ പൊട്ടൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കടാ. കുറച്ച് ഇവിടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് ഇങ്ങനത്തെ കോമഡികൾ വേണ്ട. അല്ല ചേട്ടാ നോക്കാം, ഇത് ഞങ്ങൾ സംസാരിച്ചോളാം. ചേട്ടൻ ഗസ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നാൽ മതി. ഓക്കെ. എന്തോ എന്ത് താനെന്തോ കാര്യം എന്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ പിഷാരടിക്ക് എന്തോ പറയാണ്ടെന്ന്, നീ കട്ട് ചെയ്തോ. ആ ശരിയാ, ഞാൻ വന്നിട്ട്. അതെ, പിഷാരയുടെ പരിപാടി കൊള്ളൂല എന്ന് പറഞ്ഞ ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് നിരന്തര ശല്യം. അവന് ഇവിടെ വന്ന് പിഷാരനെ ഇടിക്കണോന്ന്. ഞാൻ വിടുവാനാ? നമ്മൾ ധൈര്യം പാടാന്ന് പറഞ്ഞു. ഞാൻ അവനോട് 2 ചീത്ത പറയാന്ന് ഓർത്തിട്ട് അവിടുന്ന് ഇവിടം വരെ. ഞാൻ വിടൂല. ഞാൻ ഓർത്തില്ലേ എന്നെ അങ്ങനെയല്ല, ഞാനടുത്ത് അവനോട് ഫോണിൽ കൂടെ 2 ചീത്ത പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ ലിസണേട്ടാ, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനിടക്ക് ഒരാളെ നമ്മൾ വേറെ പുറത്തുനിന്ന് ഇടപെടുത്തൂല. അതിനെ ഞാനും പറയണത്. അത് ഒരാളെ പുറത്തുനിന്ന് ഇടപെടുത്തരുത്. അത് തന്നെ ഞാനും പറഞ്ഞു, ചേട്ടൻ ഇടപെടരുതില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരും സെറ്റായി. നിങ്ങളിപ്പോ ടീമായോ? നമ്മ ടീമായി. അല്ല എന്താ വന്നത് എന്തിനാന്ന് പറയാ സോമാമൻ? ഷർഡി, എനിക്കൊരു ലീവ് വേണം. ഒരു ലീവ് ലെറ്റർ ആണത്, സ്വീകരിക്കണം. ഇതെന്താണ് ഈ കാണിച്ചു ഷർഡി? ഇതെന്താ ഞാൻ തന്ന ലീവ് ലെറ്റർ വായിച്ചു നോക്കാണ്ടത് കീറിക്കളഞ്ഞാണത്? ദേഷ്യപ്പെട്ട് തൊഴിലാളികളായി ലീവ് എടുക്കും, പക്ഷെ നിങ്ങൾ ദേഷ്യപ്പെട്ടുണ്ട് കാര്യമില്ല. ഞാൻ ദേഷ്യപ്പെട്ടതല്ല, പിന്നെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് കീറിക്കളഞ്ഞത്. ലീവ് ലെറ്റർ ഒന്നും വേണ്ട, നിങ്ങൾ പൊക്കോന്ന്. വേണേ അത് റീപ്ലൈ അടിച്ച് കണ്ടു നോക്ക്, ഞാൻ ഹാപ്പിയാ. റീപ്ലൈ ഒന്ന് കാണിക്കാമോ? റീപ്ലൈ കാണിക്കാം. ഒന്ന് കാണിച്ചേ, എനിക്ക് സംശയം ഉണ്ടായില്ലേ. ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ നല്ല ഹാപ്പി ആയിട്ടാന്നുള്ളത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട് മോളെ, ഞാൻ ജനുവരി വരെ ഞാൻ ഫ്രീ അല്ല. അതായത് ന്യൂ ഇയർ കഴിഞ്ഞിട്ടേ ഞാൻ ഇനി ഇവിടെ വരുള്ളൂ. അപ്പൊ ജനുവരി വരെ നിങ്ങളും ഇല്ല, എഡിറ്ററും ഇല്ല? അല്ല, എഡിറ്റർ ലീവാണ്. എഡിറ്റർ ലീവല്ല, കേസമാവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടിക്ക് ഒരു എഡിറ്റർ ആവശ്യമില്ലോ. ഞങ്ങൾ പറയണതൊക്കെ മൊത്തം ഇടുമല്ലേ, നിങ്ങളുടെ മാത്രമല്ലേ കട്ട് ചെയ്ത് കളയാനുള്ളൂ. എന്താ പോണേ എന്താണ്? അല്ല, ഞാൻ പോണെന്ന് പറഞ്ഞാല് ഇത്തവണത്തെ ക്രിസ്മസ് കരോൾ ഗാനങ്ങളുണ്ടല്ലോ. കരോൾ എന്റെ എല്ലാ പാട്ടും ഇവിടെ ഹിറ്റാണല്ലോ ശരിക്കും. ഞാൻ ഇവിടെ ഇതിനു മുമ്പ് അവതരിപ്പിച്ചുള്ള എല്ലാ പാട്ടുകളും ഹിറ്റല്ലേ മോളെ? പിഷാരുടെ എന്താണെന്നും അതിനെ കുറിച്ച് കൗണ്ടർ ഒന്നും പറയാത്ത? നിങ്ങളൊരു ഇല്ലാത്ത കാര്യം പറഞ്ഞു, ഞാൻ എന്നെ കൗണ്ടർ പറഞ്ഞ് വലുതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവിടെ പോയിരുന്നോളാം. അപ്പോ ഞാനപ്പോ ഇനി ഈ കരോൾ ഇതായിട്ട് കുറെ ടീമിന്റെ അടുത്ത് വന്നിട്ട് സമീപിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് കരോൾ ഗാനങ്ങൾ അവർക്ക് എഴുതി കൊടുക്കണം, ഞാൻ തന്നെ പാടണം, അവരുടെ കൂടെ ചെല്ലണം ഞാൻ. അപ്പൊ അതിനുവേണ്ടി ഞാൻ പോവാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഒരു പാട്ട് ഈ വേദിയിൽ അങ്ങനെ അടിച്ചിട്ട് അങ്ങനെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് ഇവരൊക്കെ ഉണ്ടല്ലോ. ഒരു കരോൾ ഗാനം, സിനിമാ പാട്ടിന്റെ ഈണത്തിൽ എഴുതുന്ന കരോൾ ഗാനം ആയിക്കോട്ടെ. അവനേശുനാഥൻ യേശുനാഥൻ എല്ലാവർക്കും നന്മ ചെയ്യ, ലോകത്തെല്ലാം നന്മ ചെയ്യ, ഉൾത്തൊഴുത്തിനുള്ളിൽ വന്ന് ഉണ്ണിയായി പിറന്ന നാഥൻ, നാട്ടുകാർക്ക് സ്റ്റാർ തൂക്ക അവസരങ്ങൾ ഒരുക്കുന്ന നാഥനാ. അവൻ കുരിശിലേറി നന്മ ചെയ്തതാ, ഈ നാട്ടുകാർക്ക് നന്മ ചെയ്യാൻ കുരിശിലേറതാ. അജ്കയന്ന അജ്കതാ ഗുമുകയന്ന ഗുമുകതാ, അജ്കയന്ന അജ്കതാ ഗുമുകയന്ന ഗുമുകതാ. സോറി, എന്നാ അച്ഛക്ക് ഇതിനിടെ കയറിയത്? അല്ല, അത് പെട്ടെന്ന് പാടി വന്നപ്പോ മറ്റേ രജനീകാന്തിനായിട്ട് പോയത്. അങ്ങനെ ചെയ്യരുത്. അല്ല, അത് കേറാൻ പാടില്ല കേട്ടോ. അത് പാടില്ലല്ലേ? അത് പാടില്ല, അവിടെ കറക്റ്റ് ആയിട്ട് പാടണം. വേറെ ലിറിക്സ് അവിടെ കൊടുക്കണം. ലിറിക്സ് കൊടുക്കണം കേട്ടോ. ഈ ഗാനമാണ് ഞാൻ പുറത്തിപ്പോ പോയി പാടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോ വരുമെന്നാ പറഞ്ഞത്? ഞാൻ ഇത് കഴിഞ്ഞിട്ട്, ഈ പാട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജനുവരി കഴിഞ്ഞിട്ട് ഇവിടെ തിരിച്ചെത്തും. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, വേറെ ഒന്നുകൊണ്ടല്ല സ്നേഹിത. ക്രിസ്മസിന്റെ കരോളിനുള്ള പാട്ടല്ലേ ഇത്? കരോൾ പാട്ടാണ്, കരോൾ ഗാനം. രാത്രിയല്ലേ കരോള് സാധാരണ? അതെ. അങ്ങനെ അയാൾ പാടുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വരില്ല. എനിക്കറിയാം, അതുകൊണ്ട് പറയാം. എന്താ അങ്ങനെയാണ് അത്, വേറൊന്നുമില്ല. എന്നോട് ചോദിക്കും വേണ്ട. ഉറപ്പാണോ? കേട്ടോ ഞാൻ പറഞ്ഞത്? ഞാൻ അല്ല, തിരിച്ചു വരില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം നിങ്ങളുടെ പാട്ടിന്റെ മേന്മ കൊണ്ട് ചിലപ്പോ റോമിലേക്കൊക്കെ കൊണ്ടുപോകും. അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് സ്നേഹിത ഞാൻ പറഞ്ഞത്. ഇയാൾക്കത് റോമിംഗ് ആയി പോകും, വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയായിരിക്കും.